ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പോറ്റി ഏഷണിയുമായി ഭാർഗവന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീണയും സന്തോഷും മ്യൂച്വൽ ഡൈവേഴ്സിന് കൊടുത്തിട്ടുണ്ടെന്നും സ്വതന്ത്രമായി ഒഴിവാവാൻ നിൽക്കുമ്പോഴാണ് സന്തോഷിന് കുറച്ച് വയ്യായിക വന്നതെന്നും ഓഫീസിൽ പോകാൻ പറ്റുന്നില്ലെന്നും ബാധയേറ്റ പോലെയാണെന്നും അതൊക്കെ മഹേഷിന്റെ അമ്മയുടെയും പെങ്ങളുടെയും പണിയാണെന്നും പോറ്റി പറയുമ്പോൾ എന്ത് പണിയെന്ന് ഭാർഗവനും. കൂടോത്രം എന്ന് പോറ്റി പറയുമ്പോൾ അത് കേട്ടോണ്ട് നിന്ന ശശികല മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് അത് ശരിയാവാൻ വഴിയുണ്ട്, ഇടയ്ക്ക് രേണുവിനും കാർന്നോര് പറഞ്ഞ പോലെ പ്രശ്നമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംശയം വേണ്ട, കൂടോത്രം തന്നെ, നിങ്ങൾക്കും അനുഭവമുള്ളോണ്ട് മനസ്സിലായി. അല്ലേ ഞാനിത് പറയുമ്പോൾ ഈ കാർന്നോർക്ക് വട്ടാണെന്ന് തോന്നും. ഞങ്ങൾക്കിപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൊച്ചിനെ അങ്ങ് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പോറ്റി പറയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയാ. പിടിവിടാൻ പറ്റാത്തോണ്ട് മരുമോൻ ഞങ്ങളെ അങ്ങ് ഒട്ടി നിൽക്കുക എന്ന് ശശികലയും പറയുന്നുണ്ട്. അപ്പോഴേക്കും പോറ്റി വീണ്ടും പറയുന്നുണ്ട്, പിന്നവിടെ ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന പെണ്ണിന് ഒരു രഹസ്യ കാമുകനുണ്ട്. അതാ അവളുടെ യഥാർത്ഥ പ്രശ്നം. അതാ അവള് വീട്ടിലൊതുങ്ങാതെ ചാടിപ്പോയത്. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. അത് കാരണം ആ ചെറുക്കൻ 1-2 വട്ടം എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പോറ്റി പറയുമ്പോൾ ഏതാ ആ പയ്യനെന്ന് ഭാർഗവനും. സരസ്വതിയുടെ കൂട്ടുകാരി ഒരു മേരിക്കുട്ടിയില്ലേ, അവരുടെ മോൻ ജോൺ എന്ന് പോറ്റി പറയുമ്പോൾ മനസ്സിലായി എന്ന് ഭാർഗവനും. അവരെപ്പോടെ ജോണോ എന്ന് രേണു ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ചില അടുത്ത ബന്ധുക്കൾ വീണയും ജോണിനെയും കാണാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളിൽ കണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ആകെ ചതിക്കപ്പെട്ടു പോയി. വ്യാജ പരിപാടിയിൽ കിട്ടിയ ജോലി കാണിച്ചാ ഞങ്ങളുടെ ചെറുക്കനെ വീഴ്ത്തിയത്. പിന്നെ ആകെ കേസും അറസ്റ്റും കള്ളത്തരവും കൂടോത്രവും പിടിച്ച കുടുംബം. നമ്മൾ ആകെ പെട്ടുപോയി. ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരോട് പറയാനാ? ആ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ ഈ ബന്ധുക്കാർ തമ്മിൽ അറിഞ്ഞിരിക്കുമ്പോൾ ഒരാശ്വാസം, നമുക്കും ഒരാശ്വാസം എന്ന് പോറ്റി പറഞ്ഞു നിർത്തുമ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് ഭാർഗവനും. ഒന്നും അല്ല, ഞാൻ ഇത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്നേയുള്ളൂ എന്ന് പോറ്റി പറയുമ്പോൾ കയറിയിരിക്കെ ഒരു ചായ കുടിക്കാമെന്ന് ഭാർഗവനും. അതിനൊക്കെ പിന്നെ ഇറങ്ങാം, ഇതെല്ലാം കൂടി ഉള്ളിൽ കിടന്നൊരു വേവലാതി. അടുപ്പമുള്ള ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് കരുതി മാത്രം ഇറങ്ങിയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വിശദമായി പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചിരിയോടെ മഹേഷിനെ വിളിച്ച്, മഹേഷേ പണി നടക്കട്ടെ, മുടക്കണ്ട. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോറ്റി നടന്നു നീങ്ങുന്നുണ്ട്. നാണക്കേടോടെ രേണുവും, എല്ലാരും കേട്ടല്ലോ കുടുംബ മഹിമ. എന്തായാലും എന്നെപ്പറ്റി ഇങ്ങനൊരു കഥ പറയാൻ ആർക്കും ഉണ്ടാവില്ല എന്നവൾ പറയുമ്പോൾ അത് വളർത്തു ഗുണമെന്ന് ഭാർഗവൻ പറയുമ്പോൾ അപ്പോ എന്റെ ഗുണമൊന്നും ഇല്ലെന്ന് ശശികലയും. നിന്റെ നാക്ക് അതേ നീളത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഭാർഗവനും. ഭാർഗവൻ മഹേഷിനോടായി, എന്നാലും എന്റെ മരുമോനെ വല്ലാത്ത വങ്കം തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങള്. അത് കേട്ട് എന്റെ തോലി പൊളിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ ഇനി ആ മുറ്റം ചവിട്ടണമെന്നില്ല. എന്ത് നാണം കെട്ട കുടുംബം എന്ന് പറഞ്ഞ് ശശികലയും കൂടെ ഭാർഗവനും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. രേണുവും ഒരു നിമിഷം ദേഷ്യത്തോടെ മഹേഷിനെ നോക്കിക്കൊണ്ട് അകത്തോട്ട് കയറി പോകുമ്പോൾ ആകെ ടെൻഷനോടെ മഹേഷും ആ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. പിന്നീട് മഹേഷ് രാധയെ കാണാൻ എത്തുന്നുണ്ട്. എനിക്ക് ആ വീട്ടിൽ പട്ടിയുടെ വില പോലുമില്ല. അന്നേരം ആ മൂപ്പിന്നിന്റെ എഴുന്നള്ളത്ത് എന്നവൻ പറയുമ്പോൾ എടാ നിനക്കറിയാലോ, അയാൾ കുടുംബത്തിലെ കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്ന ഒരു സാധനമാ. അയാളൊക്കെ പറയുന്നത് ആരെങ്കിലും കാര്യക്കൊന്ന് രാധയും ചോദിക്കുന്നുണ്ട്. ചേച്ചിക്ക് അറിയാത്തോണ്ടാ, നാട്ടുകാർക്കൊക്കെ ഇവന്മാരെ പോലെയുള്ളവർ പറയുന്നതായിപ്പോ വേദവാക്യം. നമ്മളൊക്കെ 3 വഴിക്കായെങ്കിലും മാനം ബാക്കിയുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് നാട്ടുകാരറിയുമ്പോൾ ഉള്ള മാനവും പോയി കിട്ടും. ദേ അമ്മയ്ക്ക് കൂടോത്രാന്നാ ആ മൂപ്പിന്ന് പറയുന്നത്. അത് കാരണം സന്തോഷിന്റെ ജീവിതം തുലഞ്ഞു പോയതെന്ന് എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ സന്തോഷിന്റെ ജീവിതം തുലയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണയുടെ ജീവിതവും തുലയില്ലേ? ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകൾക്ക് കൂടോത്രം ചെയ്യോ? നീ അത് കാള ചെറുക്ക എന്ന് രാധയും. മൂപ്പിലാൻ കൂടോത്രമാണെന്ന് പറഞ്ഞപ്പോ അതിന് രേണുവിന്റെ അമ്മയുടെ വക സപ്പോർട്ടും അതുള്ളതാണെന്ന് എന്ന് മഹേഷ് വീണ്ടും ദേഷ്യത്തോടെ പറയുമ്പോൾ അവരെന്തേലും പറഞ്ഞിട്ട് പോട്ടെ. വീട്ടിലും പൊട്ടിയിട്ട് പട്ടുസാരിയും ഉടുത്തു നിൽക്കുന്ന സ്ത്രീയിൽ നിന്ന് അത്രയും വിവരമൊക്കെ നീ പ്രതീക്ഷിച്ചാ മതി എന്ന് രാധയും പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. അപ്പൊ വീണയും ജോണിനെയും കുറിച്ച് അങ്ങനെ പറയുന്നതോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അത് പ്രശ്നമാണ്, കേട്ടിടത്തോളം ശരിക്കും മോശമാണ് എന്ന് രാധ പറയുമ്പോൾ അതെ, ഞാൻ ആകെ തൊലി ഉരിഞ്ഞതുപോലെയായി. രണ്ടാളെയും പലയിടത്തും വെച്ച് പലരും കണ്ടിട്ടുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ അത് മാനക്കേടാണെന്ന് രാധയും. ഒന്നാമതേ ഒരിടത്തും കേൾക്കാത്ത സംഭവങ്ങൾ കാരണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി ഇപ്പോ ആളുകൾക്ക് കോമഡിയാ. ഇനിയിപ്പോ ഇതും കൂടി ആവുമ്പോ ഉള്ള മാനം അങ്ങ് കപ്പൽ കയറിക്കോളും എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ ഇതിപ്പോ വീണയുടെ കാര്യമായോണ്ട് അവളെ അമ്മ ന്യായീകരിക്കത്തേ ഉള്ളൂ, നീ നോക്കിക്കോ.
എന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ശരിയാ, എന്നാലും നമുക്കത് നേരിൽ ചോദിക്കണ്ടേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അത് വേണമെന്ന് രാധയും. എന്നെ അത്രയ്ക്കുമാ രേണുവും മാമിയും മാമനും കൂടി പരിഹസിച്ചത്. അതുകൊണ്ട് സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്കിത് മുഖതാവിൽ ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. നമ്മളവിടെ ഇല്ലാന്ന് വെച്ച് അങ്ങനെ എന്തു ആവാന്നുള്ള ധാരണ അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണ്ടേ വേണ്ടേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും വേണം. ഇതിപ്പോ അമ്മയും മേരിക്കുട്ടി ടീച്ചറും കൂടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കല്യാണം നടത്തിയില്ലേ സ്കൂളിലെ നീനയുടെയും മിഥുന്റെയും എന്ന് രാധ പറയുമ്പോ അതിന്റെ കോൺഫിഡൻസ് ആയിരിക്കും ഇവരുടെ കാര്യത്തിലും എന്ന് മഹേഷും പറയുന്നുണ്ട്. ഇത്രയും ഭംഗിയുണ്ടായിട്ടും ഞാൻ പഠിക്കുന്ന കാലത്തും പ്രേമമെന്നോ ചുറ്റിക്കളിയെന്നോ പറഞ്ഞ് ഞാൻ നടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് രാധ ചോദിക്കുമ്പോ ഓർത്തോണ്ട് അതില്ലെന്ന് മഹേഷും. കാണാൻ നരുന്തു പോലിരിക്കുന്ന അവൾക്ക് പ്രേമത്തിന് ഒരു കുറവുമില്ല. അന്ന് സന്തോഷവും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ ആലോചിച്ചു വന്നത്. ആ പാവപ്പെട്ടവന്റെ കാര്യം ലീഗലി ക്ലോസ് ചെയ്തിട്ട് പോരെ അടുത്ത പ്രേമവും ചുറ്റിക്കളിയും. എന്തായാലും നീ വാ, നമ്മള് തലകുനിക്കുന്ന കാര്യമല്ലേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് രാധയും മഹേഷും കൂടി മാധവത്തിലേക്ക് തിരിക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ മഹേഷ് രാധയോടായി പറയുന്നുണ്ട്, ചേച്ചി മുഖത്ത് നോക്കി നേരിട്ട് ചോദിക്കണമെന്ന്. എടാ അമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനൊന്നും പറയല്ലേ, വെറുതെ ഇരിക്കെന്ന് രാധയും അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ലിവിംഗ് റൂമിൽ എത്തുമ്പോഴേക്കും അവിടെ കസേരയിൽ വീണ മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പാ. അവരെ കണ്ട് മഹേഷ് ഏട്ടാ എന്ന് വിളിച്ച് വീണ എഴുന്നേൽക്കുമ്പോഴേക്കും അവളോട് നീ ഇങ്ങോട്ട് വന്നേ എന്ന് മഹേഷ് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് വീണ ചോദിക്കുമ്പോ നീ ഞങ്ങളെ ചെന്നുകയറിയ വീട്ടിലും സ്വസ്ഥമായി നിൽക്കാൻ സമ്മതിക്കില്ലല്ലേ എന്ന് മഹേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വീണയും. എന്താ പറ്റിയെന്ന് നിനക്ക് മാത്രം അറിയില്ലല്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ ആ മൂപ്പി നിന്നെന്റെ വീട്ടിൽ കയറി വന്നു, അത്രയ്ക്കുള്ള വിശേഷങ്ങളാണല്ലോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് മഹേഷും ദേഷ്യത്തോടെ പറയുമ്പോൾ മനസ്സിലായില്ലെന്ന് വീണയും. അപ്പോഴാണ് ബഹളം കേട്ട് ടീച്ചർ അമ്മയും അങ്ങോട്ട് വരുന്നത്. ഇനി ഞാൻ പറയണായിരിക്കുമല്ലേ എന്ന് ദേഷ്യത്തോടെ മഹേഷ് ചോദിക്കുമ്പോൾ എന്താ മഹേഷ് ഇട്ടാന്ന് വീണയും. ദേഷ്യത്തോടെ മഹേഷ് അവളുടെ നേരെ കൈ ഉയർത്തുന്നത് കണ്ടാണ് എന്താ മഹേഷ് എന്ന് ചോദിച്ച് ടീച്ചർ അമ്മ അങ്ങോട്ടെത്തുന്നത്. വീണയും ജോണും തമ്മിൽ എന്താ ഇപ്പോ എന്ന് രാധ ചോദിക്കുമ്പോൾ എന്ത് എന്ന് വീണയും. നിങ്ങളെ കാണാൻ പാടില്ലാത്ത പലയിടത്തും വെച്ച് പലരും കണ്ടു എന്നാ പറയുന്നത് എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ ആര് പറഞ്ഞു എന്നാന്ന് വീണയും. ആര് പറഞ്ഞതാണെങ്കിലും ഉള്ളതാണോ അത് പറ എന്ന് മഹേഷും. എന്താ മഹേഷേ ഇവിടെ വന്നൊരു ചോദ്യം ചെയ്യല്, ഇത്രയും കാലമില്ലാത്ത ചേട്ടനും ചേച്ചിയും കളിയുമൊന്നും ഇനി വേണ്ട കേട്ടോ എന്നമ്മ അവരെ വഴക്കു പറയുമ്പോ അമ്മേ റോള് കളിക്കാനൊന്നും വന്നതല്ല, ആ ഇടംകോലെ വീട്ടിലിരുന്ന് എന്നെ വീട്ടിൽ കയറി വന്ന് ആക്ഷേപിച്ചോണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോ എന്താ ആക്ഷേപിച്ചുന്നാ എന്നമ്മയും ചോദിക്കുന്നുണ്ട്. ഒന്ന് അമ്മയ്ക്കും ഇവൾക്കും മറ്റുള്ളവരെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കലാണ് പണിയെന്ന് എന്ന് മഹേഷ് പറയുന്ന കേട്ട് ചിരിയോടെ നിങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണല്ലോ, എനിക്ക് കൂടോത്രമുള്ളതായിട്ട് നിനക്കറിയോടാ. നമ്മൾ അമ്മയും സഹോദരങ്ങളെയും കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാ പാഞ്ഞു കുതിച്ച് വീട്ടിലേക്ക് കയറി വരികയല്ല വേണ്ടത്, നമുക്ക് ബോധ്യമുള്ളത് തിരിച്ചു ചോദിക്കാനാവണം. അതിന് നമ്മൾ ഏത് പക്ഷമാണെന്നുള്ളത് ഒരു വിഷയമാണല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എനിക്ക് ഇനിയിപ്പോൾ രേണുവിൻ്റെ വീട്ടിൽ എന്ത് വിലയുള്ളതമ്മേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അതിന് രേണുവിൻ്റെ വീട്ടിൽ നിനക്കല്ലേലും എന്താ വിലയെന്ന് നിനക്കറിയില്ലേ, ആ ശങ്കരൻ എന്തിനാ നിന്റെ സമ്മത വീട്ടിൽ വന്ന് ഇത് പറഞ്ഞെന്ന് നിനക്ക് വല്ല ധാരണയും ഉണ്ടോടാ എന്നമ്മ ചോദിക്കുമ്പോൾ അത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയോണ്ടാ അവിടെ വന്ന് പറഞ്ഞതെന്ന് മഹേഷും. അവിടെ വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തിനാ അയാൾ അതവിടെ വന്ന് പറഞ്ഞത്, അത് നമ്മളെ നാണം കെടുത്താൻ, നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ. നിങ്ങൾ പറയുന്നതല്ല, എനിക്കതിൽ നല്ല ബോധ്യമുണ്ടെന്ന് പറയാൻ നിനക്ക് പറ്റണ്ടേ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. അതിന് എനിക്ക് ബോധ്യമില്ലല്ലോ എന്ന് മഹേഷ് പറയുമ്പോൾ എടാ നിന്റെ സഹോദരിയെ പറ്റി ഒരാള് വേണ്ടാന്നിനം പറഞ്ഞാ നിനക്കതിൽ എന്ത് ബോധ്യമാ മഹേഷെ വേണ്ടതെന്ന് ടീച്ചർ അമ്മയും. മഹേഷ് ഉത്തരമില്ലാതെ നിൽക്കുമ്പോ ദേ പണ്ട് ഇതുപോലെ അയാൾ ഈ നടയിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞപ്പോ കൊടുക്കേണ്ട സമ്മാനം ജോൺ കൊടുത്തുവിട്ടത് നിനക്ക് ഓർമ്മ കാണില്ല. എന്തായാലും കുഞ്ഞിയെ ചോദ്യം ചെയ്യാനും നേർവഴിക്ക് നയിക്കാനും ഇത്രയും കാലമില്ലാത്ത ചേട്ടനും ചേച്ചിയും ഇനി വേണ്ട, അതിനുള്ള യോഗ്യത ആദ്യം നിങ്ങൾക്കുണ്ടാവട്ടെ കേട്ടോ എന്നമ്മ തീർത്തു പറയുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ചിരിക്കും, അത്രയുള്ളൂ, ഞങ്ങൾക്കെന്താ എന്ന് രാധയും പറയുന്നുണ്ട്. ചിരിക്കാനുള്ളവർ ചിരിക്കട്ടെ എന്ന്, നമുക്കതിനെന്താ, ശരികളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടായിരുന്നാൽ മാത്രം മതി. അല്ല അതവിടെ നിൽക്കട്ടെ, ആ കേസ് സെറ്റിലായ ധൈര്യത്തിലാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഇതിവിടെ വന്ന് ചോദിക്കാൻ കഴിയുന്നത് അല്ലേ, അതിന് കൂടുതൽ കാല പ്രതീക്ഷയൊന്നും വെക്കണ്ട. ആ സുലൈമാന്റെ കാശ് നിങ്ങൾ ഇതുവരെ സെറ്റിൽ ചെയ്തോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് മഹേഷും. വേണ്ട ചെയ്യണ്ട, നിങ്ങളത് കൊടുക്കുന്നുള്ള ഉറപ്പിലാ കോടതി നിങ്ങളെ വെറുതെ വിട്ടത്. അതിനിയും വൈകിയ സുലൈമാൻ ലീഗലി പോവും, അന്നൊഴിവായ തടവിന് ഇനിയും സാധ്യതയുണ്ട് എന്നമ്മ അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അമ്മേ ഒരു കാര്യം അറിഞ്ഞു, അതുള്ളതാണോന്ന് ഇവിടെ വന്ന് തിരക്കിയതിന് ഇമാതിരി ഭീഷണിയൊന്നും വേണ്ട, ഞങ്ങൾ പൊക്കോളാമെന്ന് മഹേഷും.
സുലൈമാന്റെ കാശ് വേഗം സെറ്റിലാക്കിക്കോ എന്ന് അമ്മ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ സെറ്റിലാക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടെ നിറങ്ങുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ചേട്ടനും ചേച്ചിയും എന്ന് ടീച്ചറമ്മയും വീണയോടായി പറയുന്നുണ്ട്. പുറത്തിറങ്ങിയ മഹേഷും രാധയോടായി ആകെ നാണക്കേടായി കുഴപ്പത്തിലുമായി എന്ന് പറയുമ്പോൾ സുലൈമാന്റെ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. കയ്യിലുണ്ടാ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് രാധയും. എന്നാ വാ എന്ന് അവളെയും വിളിച്ചോണ്ട് മഹേഷ് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പോറ്റിയും സന്തോഷിന്റെ വീട്ടിലെത്തിയിരുന്നു. അണ്ണൻ വന്നോ എന്ന് മണി ചോദിക്കുമ്പോൾ ഞാനേ ആ ഭാർഗവന്റെ വീട്ടിലാ പോയത്. ആ പത്രാസുകാരൻ സിനിമാക്കാരനില്ലേ എന്ന് പോറ്റി ചോദിക്കുമ്പോൾ ആണോ, എന്നിട്ട് നല്ലോണം പറഞ്ഞോ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞു നാണം കെടുത്താൻ എനിക്ക് ട്യൂഷനൊന്നും വേണ്ടല്ലോ മണി എന്ന് പോറ്റി ചോദിക്കുമ്പോൾ അത് വേണ്ടെന്ന് മണിയും. ആ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? എല്ലാം നാണം കെട്ട ബാച്ച്, ഇതാവുമ്പോ ശരിക്കും കൊള്ളും. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ തൊലി ഉയർത്തിയില്ലയോ? സംബന്ധക്കാരുടെ കൂടോത്ര പരിപാടി ശരിക്കും സിനിമക്കാരനോട് പറഞ്ഞു കൊടുത്തു. അത് കാരണം നമ്മുടെ കൊച്ചിന് വന്ന നഷ്ടവും ദുരിതവും ഒക്കെ അവരും അറിയട്ടെന്നേ എന്ന് പറഞ്ഞ് പോറ്റി കിതയ്ക്കുന്ന കണ്ട് അണ്ണൻ അണയ്ക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് മണിയും. അവിടെ കൊളുത്തിയതിന്റെ കിതപ്പാണെന്ന് പറഞ്ഞ് പോറ്റി നിൽക്കുമ്പോൾ അണ്ണനെ വെള്ളം വല്ലതും വേണോന്ന് മണി ചോദിക്കുന്നുണ്ട്. പോറ്റിയും ആ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്ന് എന്തായാലും പറഞ്ഞതൊക്കെ ഏറ്റു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മണിയും വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പോറ്റിയും ഒറ്റ വലിക്ക് അത് കുടിച്ചു തീർത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ സിനിമാക്കാരന്റെ കെട്ടിയോളും അവരുടെ പരാതിക്കെട്ട് അഴിക്കാൻ തുടങ്ങി. അവരും ഗതി കെട്ടിരിക്കാന്ന്. സിനിമാക്കാരന്റെ മോളെ ചെറുക്കന്റെ കൂടെ പറ്റാഞ്ഞിട്ട് എത്രയോ നാളായി അവിടെ വന്ന് നിൽക്കാണെന്ന്. ആ ചെറുക്കനെയും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ. ഓ വല്ലാത്തൊരു കുടുംബം തന്നെ എന്ന് പോറ്റി പറയുമ്പോൾ നമ്മുടെ കൊച്ചും ആ നശിച്ച കുടുംബത്തിൽ തന്നെ ചെന്ന് ബന്ധമുണ്ടാക്കിയില്ലേ എന്ന് മണിയും നീരസത്തോടെ പറയുന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ കണ്ടില്ലേ? എന്നെ ബഹുമാനിച്ചിരുന്ന കൊച്ചാ ഇന്നലെ എന്തൊക്കെയാ എന്നെ ചെയ്തത് എന്ന് പോറ്റി പറയുമ്പോൾ അതാ ഞാൻ കൂടോത്രാണെന്ന് ഉറപ്പിച്ചത്. പിന്നെ നമ്മൾ അത്ര വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടാ വേറെ അപകടമൊന്നും പറ്റാഞ്ഞത്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മണി പറയുമ്പോൾ അത് വേണമെന്ന് പോറ്റിയും. പിന്നെ ആ നരുന്ത പെണ്ണിന് തല തിരിഞ്ഞ ചെറുക്കനുമായുള്ള ചുറ്റിക്കളിയും ഞാൻ അവരോട് പറഞ്ഞു എന്ന് പോറ്റി പറയുമ്പോൾ സന്തോഷത്തോടെ ആണോ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ മണി ഇതൊക്കെ മറച്ചു വെക്കുന്നത്? എന്നായാലും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഇതറിയും. പറയാനുള്ളത് നമ്മളായിട്ട് പറയുന്നത് തന്നെ അതിന്റെ വെടുപ്പ്. അവരൊക്കെ ഈ കഥകൾ കേട്ട് കണ്ണ് തള്ളിയിരിക്കുക എന്ന് പറഞ്ഞ് പോറ്റി സന്തോഷത്തോടെ ചിരിക്കുമ്പോ പിന്നെ ഇത് കേട്ടാ കണ്ണ് തള്ളില്ലേ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ആ മഹേഷ് ഇങ്ങനെ തൊലിയിരിഞ്ഞു നിൽക്കുക അവിടെ. അവൻ ആ വീട്ടിൽ ഒരു വിലയുമില്ലാതെ നിൽക്കുക. ഇതും കൂടിയായപ്പോ പൂർണ്ണമായി. ഇനി അവൻ പോയി അവന്റെ വീട്ടുകാരോട് ചോദിച്ചോളും എന്ന് പറഞ്ഞ് പോറ്റിയും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് വിഷ്ണുവിന്റെ അമ്മ പച്ചക്കറിയും സാധനങ്ങളും എല്ലാം വാങ്ങി റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് സ്കൂട്ടിയിൽ വരുന്ന വീണയും ടീച്ചറമ്മയും അവരെ കണ്ടു നിർത്തി അവരോട് കുശലാന്വേഷണം നടത്തുന്നത്. പത്മേച്ചി എവിടെ പോയതാന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അത് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു എന്നവർ പറയുമ്പോൾ ഇപ്പോ എങ്ങനെ പോകുന്നു രാധ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. ഞാൻ മൂകാംബികയെ പോയി വന്നപ്പോൾ തന്നെ രാധ ഒരു പരുവമായി. അതിനുശേഷം ആ മോഹനെ അന്വേഷിച്ചു പോയതും അങ്ങേരി പിടിച്ച് കെട്ടിയിട്ടതും അതോടുകൂടി ഉള്ള മൂച്ചു പോയി. എത്ര ദിവസത്തേക്കാന്നറിയില്ല. ഇപ്പൊ മര്യാദയ്ക്ക് വീട്ടുകാര്യങ്ങളും കൊച്ചുകളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറി വീട്ടിലുണ്ട് എന്നവർ പറയുന്ന കേട്ട് ആഹാ അത് അത്ഭുതമാണെന്ന് വീണയും പറയുന്നുണ്ട്. എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരുറപ്പും പറയാൻ പറ്റില്ല. അവർ ഇന്ന് തെളിഞ്ഞു നിൽക്കും, നാളെ ഇരുണ്ട് നിൽക്കും. വളരെ നല്ല മക്കളായി പെരുമാറിപ്പോയ ശേഷം വീണയുടെ കാര്യവും പറഞ്ഞ് അടി കൂടാൻ വന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതാ ഞാനും പറഞ്ഞത് എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞൂടാന്ന്. എന്തായാലും മുമ്പത്തേക്കാളും നല്ല മാറ്റമുണ്ടെന്ന് അവർ പറയുമ്പോൾ അല്ല കല്ലും കാവിയും എങ്ങനെ ഇരിക്കുന്നു എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പോ സ്കൂളിലേക്ക് ഒരു ഓട്ടോ ആക്കിയിട്ടുണ്ട്. വിഷ്ണുവിനാവും വരെ എങ്ങനെയങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ദിവസവും മക്കൾക്ക് ലൈൻ ബസ്സിൽ പോക്കൊക്കെ ബുദ്ധിമുട്ടാ. എന്തായാലും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള തീരുമാനം നന്നായി. നല്ല മാറ്റമുണ്ട്, ഇനിയും മാറാനുമുണ്ട്. അത് മാറും എന്നവർ പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് ടീച്ചറമ്മയും. അവർ രണ്ടുപേരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ ടീച്ചറമ്മ സ്കൂട്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് റോഡിലൂടെ നടന്നു വരുന്ന കേശുവിനെ വീണ കാണുന്നത്. അവൾ അമ്മയെ വിളിച്ച് ഇതാരാ വരുന്നെന്ന് നോക്കിയേ എന്ന് പറയുമ്പോഴേക്കും ടീച്ചർ എന്ന് വിളിച്ച് കേശുവും അവരുടെ അടുത്തേക്ക് നടന്നെത്തുന്നുണ്ട്. കേശു എങ്ങനെ പോകുന്നു ജോലിയും പഠിത്തവും ഒക്കെ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എല്ലാം ഇപ്പോ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. ഇക്ക പഠിക്കാനൊക്കെ നല്ല സപ്പോർട്ടാണെന്ന് കേശുവും പറയുന്നുണ്ട്. എടാ നല്ലൊരു സ്ഥലത്താണ് നീ എത്തിച്ചേർന്നത്. സുലൈമാൻ ഏത് വിധത്തിലും സഹായിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് സത്യ ടീച്ചറെ എന്ന് കേശുവും. എടാ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങടാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇറങ്ങാൻ ടീച്ചറെ എന്ന് കേശുവും. കേശു പിന്നെ സുലൈമാൻ രാധയ്ക്കും മഹേഷിനും സ്ഥലം വാങ്ങാനായി കൊടുത്ത അഡ്വാൻസ് ഉണ്ടല്ലോ, അത് മടക്കി വാങ്ങണമെന്ന് ഞാൻ സുലൈമാനോട് പറഞ്ഞതായി പറയണം. സുലൈമാനോട് മാത്രം പറഞ്ഞാൽ സുലൈമാൻ ചോദിക്കില്ല. കേശു ഒന്ന് നിർബന്ധിക്ക്. കഴിയുമെങ്കിൽ മഹേഷിന്റെയും രാധയുടെയും വീട്ടിൽ പോയി ചോദിക്കാൻ പറയണം.
എടാ നീ നിന്റെ മുതലാളി ഒന്ന് നിർബന്ധിക്ക് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് ഞാൻ ഏറ്റു, ഞാൻ നിർബന്ധിച്ചോളാം എന്ന് കേശുവും. സുലൈമാനെ ഞാൻ വിളിച്ചോളാം, പക്ഷേ ഞാൻ പറഞ്ഞാലും സുലൈമാൻ അവരെ നിർബന്ധിക്കില്ല, എന്റെ മക്കളാണെന്നുള്ള പരിഗണന കൊടുക്കും. കേശു ഒന്ന് നന്നായി പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയെടുക്ക് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇക്കയോട് ഞാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞ് എന്നിട്ട് ഞാൻ തന്നെ ആ വീട്ടിൽ പോയി ചോദിച്ചോളാം എന്ന് കേശു പറയുമ്പോൾ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ യാത്ര പറയുമ്പോഴാണ് എടാ US നിന്ന് നിന്റെ ബോസ് വിളിച്ചോന്ന് വീണ ചോദിക്കുന്നത്. ഒരു ദിവസം വിളിച്ചു, മിക്കവാറും മെസ്സേജ് അയക്കലാ പതിവ് എന്നവൻ പറയുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വീണയും. പിന്നീട് അവർ കേശുവിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ കേശുവും നടന്നു നീങ്ങുന്നുണ്ട്. ടീച്ചറമ്മയും വീണയും മാധവത്തിലേക്ക് എത്തുമ്പോൾ സോമൻ സാറും അവരെ വെയിറ്റ് ചെയ്ത് ആ മുറ്റത്ത് നിൽപ്പുണ്ട്. സാറ് നേരത്തെ എത്തിയോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുന്നു. സംശയിച്ച് അകത്തേക്ക് കയറിയത്. അപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാ രണ്ടാളും കൂടി വന്നതെന്ന് സോമൻ സാർ പറയുമ്പോൾ ടീച്ചറമ്മയും വീണയും അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. ടീച്ചറമ്മ ചെന്ന് മുണ്ടോർ തുറക്കുമ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട്. ആണല്ലേ, ഞാനോർത്തത് പണ്ട് ഈ വീട് ആളില്ലാതായോ അടഞ്ഞു കിടന്നോ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാം മാറി മറിഞ്ഞില്ലേ സാറേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി വീണയെ പറഞ്ഞിടുന്നുണ്ട് ടീച്ചറമ്മ. സോമൻ സാർ അപ്പോഴേക്കും ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, ഞാനിന്ന് AE ഓഫീസിൽ പോയപ്പോഴേ ടീച്ചറുടെ സർവീസ് ബുക്ക് റെമ്യൂണറൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കാര്യങ്ങൾ വേഗത്തിലാവുമെന്ന് സോമൻ സാർ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.